ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകുമോ അല്ല ചെയ്ത് കാണിച്ചാൽ മനസ്സിലാകുമോ? അതുപോലെയാണ് ചില കുട്ടികൾക്ക് പറഞ്ഞാൽ മനസ്സിലാകാത്ത കാര്യം പ്രവൃത്തിയിൽ ചെയ്താൽ മനസ്സിലാകുന്നത്. നീ സ്നേഹത്തോടെ പെരുമാറ് എന്ന് പറഞ്ഞാൽ മാത്രം പോരാ. ഒരു സ്നേഹമില്ലാത്ത കുട്ടിയാണ് നീ എന്ന് പറഞ്ഞ് കുട്ടികളെ അടിച്ചമർത്താതെ നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ അച്ഛനമ്മനോട് പെരുമാറുന്നുണ്ട് എന്നുള്ള കാര്യം കുട്ടികളും കൂടി ശ്രദ്ധിക്കുന്നുണ്ട്. വീട്ടിൽ വരുന്ന ഗസ്റ്റ്, റിലേറ്റീവ്സ്, ഫ്രണ്ട്സ് ഇവരിനോടൊക്കെ നിങ്ങൾ എങ്ങനെയാ പെരുമാറുന്നുണ്ട് എന്നുള്ള കാര്യം കുട്ടികൾ നിങ്ങളെ നല്ലോണം ശ്രദ്ധിക്കുന്നുണ്ട്. കുട്ടികളെ പുറത്ത് വിളിച്ചിട്ട് പോകുമ്പോൾ നിന്റെ കുട്ടി വാനരമാണ്, വെറിയനാണ് എന്നൊക്കെ വാക്കുകൾ കണ്ട് നിങ്ങൾക്ക് നോവുന്നില്ലേ? ചില ടിപ്സ് പറയട്ടെ. നമ്മളുടെ വീട്ടില് അച്ഛനമ്മ എത്രത്തോളം സ്നേഹത്തോടെ പെരുമാറുന്നുണ്ട് എന്ന് കുട്ടികൾ നോട്ട് ചെയ്യാറുണ്ട്. അച്ഛൻ അമ്മയ്ക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കലും അമ്മ അച്ഛനെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കലും കൈൻഡ്നസ് പഠിക്കാറുണ്ട് കുട്ടികൾ. എപ്പോൾ നോക്കിയാലും മൊബൈൽ ഫോണിലെ അഡിക്റ്റ് ആകണ്ട എന്ന് ചീത്ത പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റിയും നിങ്ങളാണ്. കുട്ടികളുടെ മുന്നിൽ മൊബൈൽ ഫോൺ നോക്കിയും ശീലപ്പെടുത്തിയും കാണിച്ചു കൊടുത്തത് ആരാണ്? നിങ്ങൾ തന്നെയല്ലേ. എത്ര വലിയ ജോലിയിലുള്ളവരായാലും കുട്ടികൾക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുക. ഇല്ലെങ്കിൽ കുട്ടികൾ തമ്മിലുള്ള ബോണ്ട് കട്ടാകരുത്. ആരിനെക്കുറിച്ചും ഗോസിപ്പ് സംസാരിക്കരുത്. കുട്ടികളുടെ മുന്നിൽ സംസാരിക്കുന്ന ഓരോരോ വേർഡ്സും ശ്രദ്ധിക്കുക. കുട്ടികൾ നിങ്ങളെ കണ്ടാണ് വളരുന്നത്. ഹാപ്പി ലൈഫ്, ഹാപ്പി ഫാമിലി. താങ്ക് യു.